ഈ വീഡിയോ ഭാഗത്ത് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ആൻഡ്രോയിഡ് മൊബൈലിലും ഐഫോണിലും ഒരുപോലെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ബ്രൗസർ ആപ്ലിക്കേഷനെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, നിലവിൽ നമ്മൾ ഒരുപാട് ബ്രൗസറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ക്രോം ഉപയോഗിക്കുന്നുണ്ട്, സഫാരി ഉപയോഗിക്കുന്നുണ്ട്, ഒപ്പേര മിനി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് ബ്രൗസറുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ടല്ലോ. പിന്നെ എന്തിനാണ് ഇതിനിടയിലേക്ക് ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ എന്നുള്ളത്? അതിൻ്റെ പ്രത്യേക കാരണമുണ്ട്. അത് എന്താണെന്ന് അറിയുന്നതിന് മുന്നേ എൻ്റെ വീഡിയോകൾ കാണുന്ന കൂട്ടുകാരോടുള്ള ചെറിയ ഒരു റിക്വസ്റ്റ്: എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ പുതിയ ഒരു സൗകര്യം കൂടി, അതായത് ചെറിയ അല്പം സമ്മാനങ്ങൾ, വലിയ കാര്യമായിട്ടുള്ള സമ്മാനങ്ങളൊന്നുമില്ല എങ്കിലും എനിക്ക് തരാൻ പറ്റുന്ന സമ്മാനങ്ങൾ എൻ്റെ പേജിൽ, അഷ്കർ ഒളിക്കൽ എന്നുള്ള പേജിൽ ഞാൻ നൽകുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്: അഷ്കർ ഒളിക്കൽ എന്നുള്ള ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. അഷ്കർ ഒളിക്കൽ എന്നുള്ള ഫേസ്ബുക്ക് പേജിൽ വരുന്ന വീഡിയോകൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഷെയർ ചെയ്ത ശേഷം നിങ്ങൾ ഡൺ എന്ന് കമൻറ്റ് രേഖപ്പെടുത്തുക. തിരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾക്ക് മൊബൈൽ ഫോണ്, ഇയർഫോണ്, ഹെഡ്ഫോണ്, പവർ ബാങ്ക്, സെൽഫി സ്റ്റിക്ക്, റീചാർജ്, അങ്ങനെയുള്ള ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങൾക്കായിട്ട് ലഭ്യം ആക്കിയിട്ടുണ്ട്. ഇനി എന്താണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കാം. ഈ ആപ്ലിക്കേഷൻ നമുക്ക് ആൻഡ്രോയിഡ് മൊബൈലിലും ഐഫോണിലും ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് ഐഫോണിലാണെങ്കിലും ആൻഡ്രോയിഡിലാണെങ്കിലും നമ്മൾ കാണുന്ന വീഡിയോകൾ, പാട്ടുകൾ, മറ്റുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ നിൽക്കുന്ന രാജ്യത്തെ എന്തെങ്കിലും സൈറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓപ്പൺ ചെയ്യാനായിട്ട് പൊതുവെ നമ്മൾ VPN ആണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ മറ്റൊരു VPNൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. കാരണം ഇൻബിൽട്ട് ആയിട്ട് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് തന്നെ VPN സേവനം ലഭ്യമാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിച്ച് ഏത് വെബ്സൈറ്റുകളും അൺലോക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണാൻ സാധിക്കുക ഇതുപോലുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആയിരിക്കും. ഇതിൽ ഫ്രീ അൺലിമിറ്റഡ് VPN, VR പ്ലെയർ, ഡാറ്റ സേവർ മോഡ്, ബ്രൗസ് പ്രൈവറ്റ്ലി, ടേൺ ഓൺ ആഡ് ബ്ലോക്ക് എന്നീ സൗകര്യങ്ങൾ കാണുവാൻ സാധിക്കും. താഴെ സ്റ്റാർട്ട് ബ്രൗസിംഗ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. നമുക്ക് ആദ്യം തന്നെ കാണാൻ സാധിക്കുക ഇതുപോലെ എൻ്റർ വെബ്സൈറ്റ് എന്നുള്ള ഒരു സെർച്ച് ബാറാണ്. അതിന് സമീപത്തായിട്ട് ഒരു VPN ഐക്കൺ കാണാം. അതിന് തൊട്ട് മുകളിലായിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അലോ എന്നുള്ള പെർമിഷൻ ചോദിക്കുന്നു. അലോ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം നിങ്ങളുടെ പാസ്വേഡ് ഒന്ന് കൊടുക്കുക. അപ്പോൾ നിലവിൽ നമ്മൾ VPN ഇപ്പോൾ ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നിങ്ങൾക്ക് കാണാം അവിടെ ഒരു പച്ച കളറിലേക്ക് മാറി വന്നായിട്ട് കാണാൻ സാധിക്കും. സമീപത്തായിട്ട് തന്നെ വലതുഭാഗത്തായിട്ട് നിങ്ങൾക്കൊരു QR കോഡ് സ്കാനറും കൂടി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനകത്ത് ലഭ്യമാണ്. നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യുവാനും സാധിക്കും. നിങ്ങളിപ്പോൾ ഒരു ഷോപ്പിംഗ് സൈറ്റിനോ മറ്റോ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് അതിലുള്ള സാധനങ്ങൾ, ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ നിന്നും നിങ്ങൾക്ക് അതിലുള്ള സാധനങ്ങളുടെ വില എത്രയാണ് എന്ന് QR കോഡ് ഉപയോഗിച്ചിട്ട് സ്കാൻ ചെയ്ത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് എന്നുള്ള ബട്ടൺ കാണാൻ സാധിക്കും. ഈ പ്രൈവറ്റ് എന്നുള്ള ബട്ടണിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെക്യൂരിറ്റി ആയിട്ട് നിങ്ങൾക്ക് പ്രൈവറ്റ് ചാറ്റ് ചെയ്യുവാൻ, അതുപോലെ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യുവാൻ, ലോക്ക് ചെയ്യുവാനും, ഏതെങ്കിലുമൊക്കെ സൈറ്റുകൾ സന്ദർശിക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രൈവറ്റ് ഇത് മാത്രമായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മധ്യഭാഗത്തുള്ള ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിസ്റ്ററി, അതുപോലെ ബുക്ക് മാർക്സുകൾ, സെറ്റിംഗ്സ് എന്നുള്ള ഭാഗം കാണാൻ സാധിക്കും. സെറ്റിംഗ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് പേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താണ് യൂസ് സ്പീഡ് ഡയലാണുള്ളത്. ഫോണ്ട് സൈസ് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ സ്മോൾ, റെഗുലർ, ലാർജ് എന്നീ ഭാഗങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. സെർച്ച് എഞ്ചിൻ ഗൂഗിൾ വേണോ, ബിങ് വേണോ, യാഹു വേണോ, അതുപോലെ ബൈഡു വേണോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഓറിയന്റേഷൻ ലോക്ക് എന്നുള്ള ബട്ടൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോക്ക് ചെയ്യുവാൻ, നിങ്ങളുടെ കണ്ടന്റുകൾ ലോക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പ്രൈവസി എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ സന്ദർശിക്കുന്ന സൈറ്റുകളെ പാസ്കോഡ് കൊടുത്ത് ഉപയോഗിക്കുവാനുള്ള സൗകര്യം ലഭ്യമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു സൈറ്റ് നിങ്ങൾ സന്ദർശിക്കുന്നുവെങ്കിൽ, സ്ഥിരമായിട്ട് നിങ്ങൾ സന്ദർശിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ആ സൈറ്റ് പാസ്വേഡ് കൊടുത്ത് മറ്റൊരാൾക്ക് കാണാത്ത രീതിയിൽ ഉപയോഗിക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. ലോക്ക് ഏരിയാസ് എന്നുള്ള ഭാഗത്ത് ആപ്ലിക്കേഷൻ ലോക്ക് ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ്. പ്രൈവറ്റ് ടാബ് ഡൗൺലോഡ് ചെയ്ത ഭാഗമാണ് ലോക്ക് ചെയ്യേണ്ടത്. അതുപോലെ പ്രൈവറ്റ് ടാബ്സ് ആൻഡ് ഡൗൺലോഡ്സ് ആണെങ്കിൽ അങ്ങനെ അത് നിങ്ങൾക്ക് ലോക്ക് ചെയ്യുവാനുള്ള ഓപ്ഷൻ ലഭ്യമാണ്. ഓട്ടോ ലോക്കർ ആഫ്റ്റർ എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ പെട്ടെന്ന് അല്ല 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 20 മിനിറ്റിൻ്റെ ക്യാപ്പിൽ മതി എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കുവാൻ സാധിക്കും. ഡു നോട്ട് ട്രാക്ക് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സന്ദർശിക്കുന്ന സൈറ്റിൻ്റെ യാതൊരുവിധ വിവരങ്ങളും നിങ്ങളുടെ ബ്രൗസർ ട്രാക്ക് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അതായത് അപ്പം അങ്ങനെ ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്ത് ലഭ്യമാണ്. ലാംഗ്വേജ് എന്നുള്ള ഭാഗത്ത് ഇംഗ്ലീഷ്, അതുപോലെ ഒട്ടനേകം ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് തന്നെയാണ് ഉണ്ടാവുക.
അപ്പം നമുക്ക് പ്ലേ സ്റ്റോറിലായാലും അല്ലെങ്കിൽ നമ്മുടെ ഗൂഗിൾ ആപ്പ് സ്റ്റോറിലായാലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഏറ്റവും മികച്ച ഒരു ബ്രൗസർ ആപ്ലിക്കേഷനാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. നിങ്ങൾക്ക് വളരെയധികം വേഗതയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയ ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങൾ ആവശ്യമുള്ള ഭാഗങ്ങൾ ഓപ്പൺ ചെയ്ത് വെക്കുക. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ആപ്ലിക്കേഷൻ തന്നെയായിരിക്കും. മറ്റൊരു VPNൻ്റെ ആ സൗകര്യം ആവശ്യമോ അല്ലെങ്കിൽ ആഡ് ബ്ലോക്കറിൻ്റെ ആവശ്യമോ അതുമല്ലെങ്കിൽ ഒരു QR കോഡിൻ്റെ സ്കാനറിൻ്റെ ആവശ്യമോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബ്രൗസറിൻ്റെ ആവശ്യമോ ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഈ ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് എല്ലാം നല്ല വേഗതയിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് മൊബൈലായാലും ഐഫോണിലായാലും തീർച്ചയായിട്ടും ഈ ഒരു ബ്രൗസർ കൂടി നിങ്ങൾ ഉപയോഗിക്കുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ കൂടി ദയവ് ചെയ്ത് ഷെയർ ചെയ്യുക. അതുപോലെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗീവ് എവേയിൽ പങ്കെടുക്കുവാനും നിങ്ങൾ ശ്രദ്ധിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.